ഹായ്. ഇപ്പോൾ ഇത് ബ്രോഷർ ഡിസൈൻ തന്നെയാണ്. ഞാൻ ഇന്നലെ ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത പേജാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ ഇന്നലത്തെ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് കാണാം. ഇന്നലെ ചെയ്തത് ഈ പേജായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് മുന്നത്തെ പേജുകൾ. മൂന്നാർ വാഗമണ്ണിൻ്റെ ഇത് മലേഷ്യയുടെ, പിന്നെ തായ്ലൻഡ് തന്നെ. ഇത് ദുബായ്, ഒമാൻ, സലാല ഒക്കെ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഹൈദരാബാദാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവരെ കണ്ടൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഈ ഒരു കണ്ടൻറ്റാണ് അത് ഞാനെടുത്ത് ഇവിടെ ഇടണമെന്ന് പറഞ്ഞതേ. അപ്പോൾ അത് അവിടെ ഇട്ടു. പിന്നെ ഞാൻ ഹൈദരാബാദിൻ്റെ ഒരു ചാർമിനാറിൻ്റെ ഒരു ഇമേജ് എടുത്തിട്ട് അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇമേജ് ഇതാണ് ഇമേജ്. പക്ഷേ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പ്രിൻ്റ് ചെയ്യേണ്ടതല്ല, ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് ചാറ്റ് GPT ഇട്ടിട്ട് കറക്റ്റ് ചെയ്തെടുത്തു, ക്വാളിറ്റി ഉള്ളതാക്കിയെടുത്തു. അത് നിങ്ങൾ ജസ്റ്റ് ഇമേജ് ഇട്ടിട്ട് ക്വാളിറ്റി ഇത് പ്രോംപ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. എന്നിട്ട് ഞാൻ ആ ഇമേജാണ് ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇപ്പുറത്തെ ഭാഗങ്ങളാണ്. അപ്പോൾ അതിന് ഇവിടെയാണ് സംഭവം. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഈ പ്ലേസുകൾ മാത്രം ആഡ് ചെയ്താൽ മതി എന്നാണ്. നെക്ലേസ് റോഡ്, കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ലെയർ ഫുള്ള് സെലക്ട് ചെയ്തിട്ട് Ctrl+2 അടിക്കുക. എന്നിട്ട് ഇത് പേസ്റ്റ് ചെയ്യാണ്. ജസ്റ്റ് ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ സൈസ് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഐ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതേ സൈസ് വരും. ഹൈദരാബാദ് ടൂർ. ഫസ്റ്റ് നമുക്ക് ഇതന്നെ കോപ്പി ചെയ്തിടാം. ഇവിടെ ഈ ഒരു ഫോർമാറ്റിലാണ് കൊടുക്കേണ്ടത്. അത് നമുക്ക് ഐ എടുത്തിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഈ ടൂർ പാക്കേജ് എന്നുള്ള അടിയിലേക്ക് ഇടണം. പിന്നെ ഈ സംഭവം വേണ്ട, അത് നമ്മൾ വേറെ സൈഡിൽ കൊണ്ടുവരും. എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ടൂൾ സെലക്ട് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ വരും. അപ്പം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കാരണം ഞാൻ ചെയ്യുന്നത് നമ്മൾ പ്രൊഫഷണലായിട്ട് നമ്മൾ ക്ലയൻറ്റിന് വേണ്ടി ചെയ്യണ വർക്കുകൾ തന്നെയാണ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ യൂട്യൂബിൽ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റുകൾ ചെയ്യുക. അപ്പോൾ കുറച്ച് റീച്ച് കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും കൂടും. ഇതൊന്നുമില്ലാണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യാണ്ടിരിക്കുക. ഞാൻ കുറേ നാളായിട്ട് ചെയ്യാറില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിന് ഈ ഒരു ഐക്കൺ ഇടണം. നമ്മളെ ഒരുവിധമൊക്കെ എല്ലാ പേജിലും ഫോളോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഐക്കണേ പേസ്റ്റ് ചെയ്തു. തൽക്കാലം ഒരു ഐക്കൺ ഉറക്കെ എടുക്കട്ടെ. ഇനിയൊരു കാര്യം ചെയ്യാനുള്ളത്, നമ്മളിങ്ങനെ റിയൽ
വർക്ക് ചെയ്യണ വീഡിയോ ആണ് ഇടുന്നത്, എഡിറ്റ് ചെയ്യുകയൊന്നും ചെയ്യണില്ല. അപ്പം അതുകൊണ്ട് സ്വല്പം ലെങ്ത് ആയിരിക്കും. പക്ഷെ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്ന് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ കുറച്ച് ലെങ്ത് ആയിരിക്കും വീഡിയോ. അപ്പോൾ അത് നന്നായി പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഇരുന്ന് കാണേണ്ടി വരും. ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പോൾ ഇത് ഡേ 1-ലത്തെയാണ്. ഡേ 2 ഉണ്ട്. ഡേ 1 ടൂർ. ഇപ്പോൾ നമ്മൾ ഡേ 1 അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതിൽ വേറെ പേജിൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ്, കണ്ടില്ലേ? അപ്പോൾ ഇത് തന്നെ നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പല ഇതിലിട്ട് കഴിഞ്ഞാൽ അത് ഡിസൈൻ വൃത്തി ഉണ്ടാവില്ല. ഞാൻ ഇത് കോപ്പി ചെയ്ത് കുറച്ച് ഇറക്കിടാം. ഇതൊക്കെ ഡേ 1 ആണ്. ഡേ 1 ഹൈദരാബാദ്. ഹൈദരാബാദ് എന്ന് കൊടുക്കുന്നു വേണ്ട, ഈ സ്ഥലങ്ങൾ മാത്രമേ കൊടുത്തിട്ടുണ്ട് ഡേ 1 എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് അടുത്തത് ഡേ 2. ഇത് നമുക്ക് ലാസ്റ്റ് ഇത് എല്ലാത്തിലേക്ക് കോപ്പി ചെയ്തിടണം. ഇപ്പം അത് ഞാൻ പിന്നെ ഇടാന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ മാറ്റുമ്പോൾ എല്ലാം ഒരുമിച്ച് മാറ്റാക്കേണ്ടി വരും. ഇത് ഡേ 2. ഡേ 2-ൽ റാമോജി ഫിലിം സിറ്റി ടൂറാണ്. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഇത് മാത്രം കൊടുത്താൽ മതി. ഐ സെലക്ട് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇത് ഇങ്ങനെ ഒറ്റ ലൈനായിട്ട് വരെ ഇത് ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് വരും. അതുപോലെ ഇതും ഇതും ഇതും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത്, ഇതിപ്പോൾ അത് കഴിഞ്ഞു. ഇനി വേറെ ഒന്നുമില്ല, ലഞ്ചൊന്നും കൊടുക്കണ്ട. പിന്നെ ഹൈദരാബാദ് ടൂർ പാക്കേജ് 3 night 4 days. ഇത് 3 nights 4 days. പിന്നെ ഡേ 2-ൽ 3 nights ഹൈദരാബാദ് പാക്കേജ് 3 nights 4 nights ലോക്കൽ സൈറ്റ് സീയിങ് സെയിം തന്നെയാണ്. ഡേ 3-ൽ ഡേ 3 അതിനിടയിൽ വേറൊരു വർക്കിൻ്റെ മെസ്സേജ് വന്നതാണ്, അതിൻ്റെ അപ്ഡേഷൻ കൊടുത്തിട്ടില്ല. സലാർ ഈ ഡേ 4-ൽ
ഡേ 4 അത് കഴിഞ്ഞു. ഇനിയുണ്ടോ? ഇതൊക്കെ അതിൻ്റെ പോളിസീസാണ്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണ്ടാവും. പിന്നെ നമുക്ക് ഇനി അലൈൻ ചെയ്യാം. ഇത് ഫസ്റ്റ് ഡേ 2 നമുക്ക് ഇവിടെ കൊടുക്കാം. ഡേ 2 ഇവിടെ കൊടുക്കും, ഡേ 3 ഇവിടെ കൊടുത്തു. ഇതൊന്ന് അലൈൻ ചെയ്യണം. അത് കഴിഞ്ഞ് ഡേ 4 ഇവിടെ തന്നെ കൊടുക്കാം. ഒരു കാര്യം ചെയ്യാം, ഡേ 2 ഇങ്ങോട്ട് തന്നെ വിളിക്കാം. മേലോട്ട് കയറ്റിയിടും. ഇങ്ങനെ ഓരോ ലൊക്കേഷൻ ലേബിൾ ഇത് ഇങ്ങനെ ചെയ്തിടുക. ഇപ്പം ഇതുപോലെ ബ്രോഷർ മാത്രമല്ല, നമ്മളെല്ലാവർക്കും ഇങ്ങനെ ലൈവായിട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലോഗോ, വെബ് ഡിസൈൻ, മൊബൈൽ ആപ്ലിക്കേഷൻ്റെ UI, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രാൻഡിങ്, അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷൻ സെറ്റ് ആയിട്ട് ഇനി നമുക്ക് വേണ്ടത് വേറെ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കണ സാധനങ്ങളില്ലേ, അത് നമുക്ക് ഈ ഒരു സെക്ഷൻ, ഇത് മൊത്തമായിട്ട് നമുക്ക് വേണ്ടി വരും. Ctrl+Shift+V അടിച്ച് കഴിഞ്ഞാൽ സെയിം സ്ഥലത്ത് തന്നെ പേസ്റ്റ് ആവും. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഇനിയും ചെയ്യാനുണ്ട് ഇതിൽ പേജസ്. അത് നമുക്ക് ഇനിയും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്താവും. അപ്പോൾ ഇത് ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസ് ഇടാം.